അങ്ങനെ മുദബ്ബിറുൽ ആലമായ ആള് ആരായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിഞ്ഞോളി, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്രായിൽ. നിങ്ങൾ ഒന്നാ ചോദിച്ചത് 4 ആളെ പേര് ഞാൻ പറഞ്ഞില്ലേ, എഴുതി വെച്ചോളി. അപ്പൊ അത് തീരുമാനമായി. എന്റെ ചോദ്യം ഇതാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തും ഇതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. കാരണം പ്രമാണത്തിലില്ലാത്തതൊന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറയില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന സിയം മടവൂരിനെ പോലുള്ള ആ വ്യക്തി ആരായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. മുദബ്ബിറുൽ ആലം എന്നതാണ് എന്താണ്? ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും. ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി, അല്ലാഹു ജല്ല വഅല അല്ലാത്തതെല്ലാം ആലമാണ്. അതാണ് ആലം. അല്ലാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളും ആലം എന്നതിൽപ്പെട്ടതാണ്. അപ്പോ ഈ അണ്ഡകടാഹത്തെ മുഴുവനും അല്ലാഹു അല്ലാത്ത മറ്റുള്ള മുഴുവൻ സൃഷ്ടികളെയും ചരാചരങ്ങളെയും ആ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ച് ആനൻ ഫആനൻ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന ആ കർമ്മം ചെയ്യുന്നവൻ അല്ലാഹു ജല്ല വഅല മാത്രമാണ്. അത് അല്ലാഹുവിന്റെ സവിശേഷതകളിൽപ്പെട്ടതാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന തത്വമാണ്. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തന്റെ ശറഹുൽ മഖാസിദ് എന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യവുമാണ്. അതിലാർക്കും തർക്കമില്ല. അതേ അവസരത്തിൽ ആലമിൽ പല വസ്തുക്കളുമുണ്ട്, പലതുമുണ്ട്. അതിന്റെ പലതിന്റെയും നിയന്ത്രണം പലർക്കുമാണ്. ഈ സ്റ്റേജിന്റെ നിയന്ത്രണം, ഒരു ഉദാഹരണം, ഈ സ്റ്റേജും ഇവിടെയുള്ള ഈ പരിപാടിയുടെ നിയന്ത്രണം ഇവിടുത്തെ അധ്യക്ഷൻ സയ്യിദ് ബാപ്പു തങ്ങളുടെ കയ്യിലാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്. അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ വീട്ടിന്റെ അവിടുത്തെ തെദ്ബീറും അവിടുത്തെ നിയന്ത്രണവും ഒരുപക്ഷെ നിങ്ങളുടെ അരികിലായിരിക്കും, നിങ്ങളെ കയ്യിലായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളുടെ നിയന്ത്രണവും ഓരോരുത്തരുടേതാണ്. കേരളത്തിന്റെ നിയന്ത്രണം നമ്മൾ പറയും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടേതാണ്. ഇന്ത്യയുടെ നിയന്ത്രണം ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട്. അതിനും നമ്മൾ നിയന്ത്രണം തെദ്ബീർ തന്നെയാണ് മലയാളത്തിൽ പറയുക. അത് ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിൽ ഔലിയാക്കളായ ആളുകൾ, ആ ഔലിയാക്കളിലും മലായികത്തുകളിലും അല്ലാഹു നിശ്ചയിച്ചതു പ്രകാരം ഇങ്ങനെ നിയന്ത്രണം പല കാര്യങ്ങളിലും നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട്. ഇതൊന്നും അല്ലാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നതിന് ഒരിക്കലും എതിരല്ല. അത് തൗഹീദിന് വിരുദ്ധമാവുകയും ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഔലിയാക്കന്മാർക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രിക്കാനും ആലമിലുള്ള വസ്തുക്കളെ നിയന്ത്രിക്കാനും ഒക്കെ അവർക്ക് കഴിയുമോ? കഴിയും. അത് അല്ലാഹു നൽകുമോ? നൽകും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. ഇത് ഖുർആനിൽ അല്ലാഹു ജല്ല വഅല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അർത്ഥത്തിൽ ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട്, മലക്കുകൾക്ക് തദ്ബീറുണ്ട്. അത് ഉണ്ട് എന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ്യയുടെ ഫതാവയിൽ ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞിട്ടുണ്ട്. എന്തിനധികം KM മൗലവിയുടെ അൽ വിലായത്തു വൽ കറാമ എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. ആ രൂപത്തിലുള്ള ഒരുപാട് ഉദ്ധരണികൾ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണത്തിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇവിടെ വളരെ ക്ലിയർ ആണ്. ഒരു തകരാറുമില്ല. വെറുതെ ബിദ്അത്തുകാർ അബദ്ധത്തിൽപ്പെട്ട് ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അത് അഹ്ലുസുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മുകളിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നേരെ, സുന്നത്ത് ജമാഅത്തിന് നേരെ അനാവശ്യമായ ആരോപണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഈ ലോകം, ഈ ആലം എന്ന് പറയുന്ന അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും ഓരോ നിമിഷത്തിലും നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹു ജല്ല വഅല ഓരോ നിമിഷത്തിലും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ഈ വിശ്വാസത്തിന് എതിരല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും എന്ന കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം.
അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന മുദബ്ബിറുൽ ആലം ഒരുപാട് ആളുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ആളുകൾ പറയുന്നു, ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ തന്നെ ആണ് എന്ന് എന്നെ വെക്കുക. അങ്ങനെ മുദബ്ബിറുൽ ആലമായ ആള് ആരായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. 1 ജിബ്രീൽ അലൈഹിസ്സലാം അറിഞ്ഞോളി, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്രായിൽ. നിങ്ങൾ ഒന്നാ ചോദിച്ചത് 4 ആളെ പേര് ഞാൻ പറഞ്ഞില്ലേ, എഴുതി വെച്ചോളി. അപ്പൊ 4 ആളുകളായിരുന്നു അന്ന് ലോകം നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് ആ ദറജയാണ് നമ്മുടെ CM മടവൂര് ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞതിന്റെ ആകെ തുക എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഞാൻ അതല്ലെങ്കിൽ നിങ്ങളെ ക്ലാരിറ്റി തന്നാ മതി. ഈ ലോകം നിയന്ത്രിക്കുക എന്ന് പറയും, ഈ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശങ്ങൾ എന്താ കരുതിയെന്ന് മനസ്സിലായിട്ടില്ല. അതായത് ഈ ഭൂമിയിൽ ആർക്കും ഒന്നിലും ഒരർത്ഥത്തിലും നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ലോകത്ത് ഒരു വിഷയത്തിലും ഒരാൾക്കും ഒരു നിയന്ത്രണവും ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനെ ദൈവാക്കലാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ വിരുദ്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അതിന്റെ തൗഹീദും ശിർക്കും സംബന്ധിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനല്ല. ചോദ്യം മറുപടി പറയാൻ വന്ന ആളുമല്ല ഞാൻ. ഞങ്ങൾ ചോദിച്ച ചോദ്യം ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. നിങ്ങളിപ്പോ ഈ ചോദിക്കണ എന്താന്ന് മറുപടി പറയേണ്ട ഞങ്ങൾക്ക് മനസ്സിലാണ്ടേ. നിയന്ത്രണം എന്നുള്ളത് പല അർത്ഥത്തിലുണ്ട്. ഇപ്പൊ നിങ്ങളെ വീട് നിങ്ങൾ നിയന്ത്രിക്കും, എന്റെ വീട് ഞാൻ നിയന്ത്രിക്കും. ഇതൊക്കെ ഇപ്പൊ നമ്മള് ഒരു ശിർക്കിന്റെ കൂട്ടത്തിൽ പെടുത്തു. ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിയന്ത്രണം എന്ന് എനിക്ക് മനസ്സിലാണ്ടേ. ഇപ്പൊ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇത് അൽമനാറാണ്. നിങ്ങൾ മുജാഹിദാണോ എന്ന് അറിയില്ല. നിങ്ങൾ വിശ്വാസപരമായി അതിലുള്ള ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതെ, ഇപ്പത്തെ ഈ മാർക്കറ്റിൽ എല്ലാ സാധനത്തിനും ഒരു പ്രശ്നമുണ്ട്. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലാണ്. അപ്പൊ അതുകൊണ്ട് ഈ അഹ്ലുസുന്ന എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്താവൂല, ഞാൻ ചോദിച്ചതിന് മറുപടി ആവൂല. അപ്പൊ അഹ്ലുസുന്ന എന്ന് പറഞ്ഞുകാണ്ട് കോഴിക്കോട്ടുകാരന് എറണാകുളത്തേക്ക് വണ്ടി ഇറങ്ങുന്നുണ്ട്, അതിൽ പെടുള്ളതെന്ന് അറിയണം. അപ്പൊ അഹ്ലുസുന്ന എന്ന് പറഞ്ഞ മുജാഹിദ് വരുന്നുണ്ട്, ജമാഅത്ത് വരുന്നുണ്ട്, സുന്നി വരുന്നുണ്ട്. നിങ്ങൾ ഇല്ല പെടുകയെന്നാ ചോദിച്ചത്. എനിക്ക് ചോദിച്ചില്ല മറുപടി. ഖുർആൻ അതിനാണ് പറയുന്നത്. ഈ ഖുർആൻ തന്നെ എന്താ വെച്ചാല് മുജാഹിദിന് വേറൊരു കോലാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് വേറൊരു കോലാണ്, സുന്നികൾ ഓതുന്ന ഖുർആനുമാണ്. അപ്പൊ നിങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ നെണ്ടുമട ഏതാന്ന് മനസ്സിലാക്കിയാലേ പഞ്ഞനം വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ വിഷയം പറഞ്ഞേരി, അതിനനുസരിച്ചാ മറുപടി. അതെന്താ നിങ്ങൾ ഇത്ര മടിയായിട്ടുണ്ടാവും? അല്ല, ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്ത ആൾക്കാർക്ക് മറുപടി ഇല്ലേ? സംഘടനയല്ല ചോദിച്ചത്, ആശയമാണ്, ആദർശമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാല് ഒരർത്ഥത്തിലും നിയന്ത്രണം പറ്റൂല. ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്കാവും എന്ന് പറയണ മുജാഹിദ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. സുന്നി പറഞ്ഞത് അള്ള കൊടുത്ത നിയന്ത്രണത്തിൽ ആർക്കാണോ എന്തൊക്കെയാണോ അധികാരം കിട്ടിയത് ആ നിയന്ത്രണം കിട്ടിയവർക്ക് നടത്താന്ന് പറയണവരാണ് സുന്നികൾ. നിങ്ങൾ ഇതിൽ ഏത് ആശയത്തിലാണെന്നാണ് അറിയേണ്ടത്, എന്നാൽ അതിനനുസരിച്ച് മറുപടി തരാനാണ്. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളൂ, എന്ത് മൊബൈൽ കൂടെ ഊതിയാണ്ട് വർക്കത്തെടുക്കാൻ നിയന്ത്രണത്തിൽ അങ്ങനല്ല. അതിന് മറുപടി കിട്ടാത്തോണ്ടാണ് പിന്നെ അത് രണ്ടാമത്തത് അന്നത്തെ മുദബ്ബിറുൽ ആലം ചോദിച്ചു. ഹബീബി, നമ്മളിപ്പൊ നിയന്ത്രണത്തിന്മേലാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം നിയന്ത്രിച്ച് നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാ. ഞാൻ ഇത് പറയാൻ കാരണം, നിയന്ത്രണം എന്നുള്ളത് പുസ്തകം പറഞ്ഞു ജിബ്രീൽ നിയന്ത്രിക്കുന്ന ആളാണ്, അതുപോലെ മീകായിൽ നിയന്ത്രിക്കുന്ന ആളാണ്. മാത്രല്ല അൽമനാറില് മുജാഹിദ് പ്രസ്ഥാനാണ് ഇപ്പൊ ഈ നാട്ടുകൂടെ മുഴുവൻ മുദബ്ബിറുൽ ആലം നിങ്ങളെയൊക്കെ ഉസ്വാസാക്കണേ സംഗതി, നിങ്ങളെയൊക്കെ ഉസ്വാസാക്കാണ്. അപ്പൊ ഈ മുജാഹിദ് പറയുന്നത് അലക്കാണ്, മീകായിൽ അലൈഹിസ്സലാമാണ് അത്. ഇത് പറയുമ്പോത്തിന് മീകായിൽ പടച്ചോന് പാരയാകോ? ആകോ? ഇല്ലല്ലോ, ഇല്ല ആകൂല. ഇനിയിപ്പോ ആകും നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ കോലത്തിലാണ് നിങ്ങളോട് മറുപടി പറയേണ്ടി വരിക. ബൈബിളോ രാമായണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെക്കേണ്ടി വരും. മീകായിൽ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലാണ് ഭക്ഷണം, വൃക്ഷങ്ങൾ, മഴ എന്നൊക്കെ വഹാബികൾ എഴുതി വെച്ചത് കൊണ്ട് വഹാബികളുടെ പടച്ചോപ്പം മീകായിലാണ് എന്നും അള്ളാഹു തൊഴിൽ രഹിതനാണ് എന്നും പറയാൻ പറ്റുമോ? പറ്റൂല. ഇനി അത് മാത്രല്ല, ഇതേ അൽമനാറിൽ വഹാബികൾ എഴുതി വെക്കാണ്, ചുരുക്കത്തിൽ ഈ ആയത്തുകളിലെല്ലാം പറയുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ അള്ളാഹു അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആരെ? മലക്കുകളെ. ഇപ്പൊ അള്ള വെറുതെ എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു തൊഴിലെയ്തനാന്ന് പറയാൻ പറ്റുമോ? മലക്കുകളാണ് ഇപ്പൊ മുജാഹിദീങ്ങളെ പഠിച്ചോന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു വലിയന് ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിയന്ത്രണം കൊടുത്തു എന്ന് പറഞ്ഞാൽ വലിയ ദൈവമാകണില്ല, അള്ളാഹ്ക്ക് പാരിയാകണില്ല എന്നാണ് നമ്മൾ മുൻവിധില്ലാതെ ചിന്തിച്ചാൽ മനസ്സിലാകുക. പിന്നെ ഈ ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ബേജാറാകണ്ട. സാംസ്കാരിക ലോകമുണ്ട്, അതുപോലെ വൈജ്ഞാനിക ലോകമുണ്ട്, സാഹിത്യ ലോകമുണ്ട്, ലോകം ഏതൊക്കെ ഉണ്ട്.
അപ്പൊ ഏത് ലോകത്താണോ ആർക്കാണോ എന്തിലാണോ നിയന്ത്രണം കൊടുത്തത് ഓൽ അവിടെ നിയന്ത്രിക്കും. അതിന്റെ അർത്ഥം അള്ളാഹ് തൊഴിലെയ്തനാകുന്നു അല്ല, ആ മലക്കുകളോ വലിയോ നമ്മളെ ദൈവമാകും എന്നുമല്ല. കാരണം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അവരൊക്കെ ഇടപെടുന്നത്. അല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരെ പോലെ നമ്മൾ എന്ത് പറയണം, നരേന്ദ്രമോദിക്ക് ഇവിടെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് അള്ളപ്പ ഇവിടെ വെറുതെക്കാണ് എന്ന് പറയേണ്ടി വരും. ആ വിശ്വാസം നമുക്കില്ലല്ലോ. ഇനി മുജാഹിദിന്റെ വലിയ ആളാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ പറയുന്നത് മലക്കുകൾക്കാണോ അതുപോലെ ഔലിയാക്കൾക്കാണോ കൂടുതൽ പവർ എന്ന ഒരു ചർച്ചയിൽ ചിലര് പറഞ്ഞു മലക്കുകൾക്കാണ് മനുഷ്യരിലെ മഹാന്മാരെക്കാളും പവർ കൂടുതൽ എന്ന് പറഞ്ഞപ്പോ ഇബ്നു തൈമിയ പറയാണ് അന്ന സ്വാലിഹൽ ബശരി ലഹും മിസ്ലു ദാലിക. ഈ മലക്കുകളെ പോലെ ആർക്കും ഈ പവറൊക്കെ ഉണ്ട്. ഏത് പവറ്? ഒന്ന്, സൃഷ്ടികൾക്ക് പല ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മലക്കുകൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ലോക നിയന്ത്രണം. നിങ്ങൾ ബേജാറാണ്ട, അത് അങ്ങനത്തെ ഒരു ലോകാണ്. അപ്പൊ ലോക നിയന്ത്രണം ഇതാർക്കുണ്ട്? മലക്കുകൾക്കുണ്ട് എന്ന് ഒരു വിഭാഗം പറയണം. അപ്പൊ അതിന് മറുപടിയായിട്ട് ഇബ്നു തൈമിയ പറയാണ് അന്ന സ്വാലിഹൽ ബശരി ലഹും മിസ്ലു ദാലിക. മനുഷ്യരിലെ മഹാന്മാർക്കും എന്തുണ്ട്? അതുപോലത്തെ എല്ലാ സംഗതിയുണ്ട്. ഏതൊക്കെ? തദ്ബീറുൽ ആലം. അതിന്റെ ബാക്കിയാണ് ഈ മുദബ്ബിറുൽ ആലം. അപ്പോ ലോകം നിയന്ത്രിക്കാനുള്ള പരിപാടി മലക്കുകൾക്ക് മാത്രമല്ല, ആർക്കുണ്ട്? മനുഷ്യർക്കുണ്ട്. ആരാ പറയണേ? ഇബ്നു തൈമിയ. ഇപ്പൊ ഇബ്നു തൈമിയന്റെ പടച്ചോൻ ആരേകാരം? ഔലിയാക്കളാകോ അതോ പടച്ചോൻ തന്നെയാകോ? ഇത്രയപ്പോ ആ വിഷയത്തിലുള്ളൂ. നിങ്ങളെയൊക്കെ സാധുക്കളാണ്, നിങ്ങൾ വസ്വാസാക്കാണ്. പിന്നെ ഈ മലക്കൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ ഏപ്പിസ്ഥാനേക്കാളും കുറച്ച് സ്ട്രോങ് ഇല്ല. എന്താ പറയുന്നത്? മലക്കുകളെക്കാളും തദ്ബീറുൽ ആലുള്ളത് ആർക്കാണ്? CM വലിയുള്ളായിക്കാണ്. നിങ്ങളപ്പോ നമ്മൾ പോയിന്റ് വരുമ്പോ നിങ്ങൾ മറ്റേക്ക് പോവുകയാണ് മൊബൈലിലേക്ക്. എന്ത് ഔലിയാക്കൊക്കെ ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ CM വലിയുള്ളായിക്ക് മലക്കിനെക്കാളും തദ്ബീറുൽ ആലുണ്ട് എന്ന് പറയുന്നത് ആരാണ്? ഇബ്നു തൈമിയ. നിങ്ങൾ ചോദിച്ചു. ആദ്യത്തെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ അവിടെ അതിന് ഉത്തരല്ലെങ്കിൽ ഉത്തരം അത് നിങ്ങൾ ബേജാറാകല്ലെന്ന് ഇതൊന്നും പറയും. എന്നിട്ട് അടുത്ത് പറയാൻ നമുക്ക് അപ്പൊ പറയില്ല. പറയാറിനാ പറയില്ല എന്ന് മനസ്സിലാക്കണ്ടേ. ഞാന് പിന്നെ മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് പറഞ്ഞ് ശിർക്കാണോ തൗഹീദാണോ എന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ എന്താ ഞാൻ ആകെ ചോദിച്ചതൊന്നും നബിന്റെ കാലത്ത് ഉണ്ടാവില്ല CM മടവൂര്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാള് പിന്നെ പറയണ കേട്ടു, മുദബ്ബിറുൽ ആലത്തിന്റെ വ്യാഖ്യാനം ഒരാൾ പറയണ കേട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഉണ്ട് പറഞ്ഞ ആൾക്കാരെ കേട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? പിന്നെ റസൂൽ തന്നെ ഒരു നിയന്ത്രിക്കുന്ന ആളാണ്. പിന്നത്തെ പോയില് ബേജാർ. ഔലിയ മലക്കുകളെക്കാളും നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളാരും അറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ ധർമാസുത്തിരി തെരഞ്ഞു പോണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലത്ത് വേറെ ഒരു മുദബ്ബിറിനെയും തെരഞ്ഞ് നമ്മൾ പോണ്ട. അവിടെ ആരെന്നുണ്ട്? ഇബ്നു തൈമിയ പറഞ്ഞ അടിസ്ഥാനത്തിൽ മലക്കുകളെക്കാളും പവറുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് മുദബ്ബിറുകാലങ്ങൾ പറഞ്ഞു, ജിബ്രീല് പിന്നെ അതുപോലെ മലായിക്കത്തുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ രൂപത്തിൽ പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യം പറഞ്ഞു. ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ CM മടവൂരും എന്നല്ലേ. പിന്നെ അവിടെ നിൽക്കി റസൂലുള്ളാഹിന്റെ കാലത്ത് നിന്ന് നേരെ മടവൂർക്ക് ചാടല്ലേ? അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് റസൂലുള്ള മുദബ്ബിറാണ് എന്ന് പറഞ്ഞാല് അല്ലാഹു തആല കൊടുത്ത നിയന്ത്രണത്തിൽ അവർ നിയന്ത്രണം നടത്തും. ഇബ്നു തൈമിയ പറഞ്ഞ ഈ അർത്ഥത്തിലുള്ള തദ്ബീറിന്റെ മുദബ്ബിറാണ് ഞാൻ പറയണേ. അപ്പോ ആ തദ്ബീർ റസൂലുള്ളാഹിക്ക് ഉണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തെ മുദബ്ബിറിന് നിങ്ങൾക്ക് കിട്ടിയാലോ? റസൂലുള്ളാഹിന്റെ കാലത്തെ മുദബ്ബിറിനെ കിട്ടിയില്ലേ? ഇനിയിപ്പോ ഇന്നത്തെ അല്ല കിട്ടണ്ടേ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന മുദബ്ബിറും CM വലിയുള്ളാഹി ആവുന്ന മുദബ്ബിറും എന്താ വ്യത്യാസം എന്നല്ല നിങ്ങൾക്ക് മനസ്സിലാണ്ടേ? ഒന്ന് വലിയാണ്, ഒന്ന് പ്രവാചകനാണ്. അത്രേ വ്യത്യാസം. അപ്പൊ വലിയന് കൊടുക്കുന്നത് പ്രവാചകന്മാർക്ക് കിട്ടുന്ന അധികം മുഅ്ജിസത്തുകളും വലിയന് കറാമത്തായും സംഭവിക്കും. ഇത്രേ വ്യത്യാസം. അപ്പൊ ഇതിലേ ആകെ മനസ്സിലായത് എന്താണ്? അപ്പൊ ജിബ്രീലിനെക്കാട്ടിലും പവർ CM-ന് ഇല്ല, അതിന്റെ താഴെയാണ്. അതായത് ഇബ്നു തൈമിയ പറഞ്ഞത് ജിബ്രീലിനെക്കാളും പവർ CM വലിയുള്ളാഹിക്കാണ് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇബ്നു തൈമിയ അള്ളാഹുവിന് പകരം ഔലിയാക്കളെ പടച്ചോനാക്കി എന്നുള്ള വാദം മുജാഹിദ് പറയാത്ത കാലത്തോളം ഇനി അതിലെ ചോദ്യം അപ്രസക്താണ്. വലിയന് CM വലിയുള്ളാഹി നല്ല ഏതൊരു വലിയനും ഇനി വലിയല്ലാത്തൊരു നാടനും ഓരോ വിഷയത്തിലും അള്ളാഹ് കൊടുത്ത നിയന്ത്രണം ഉണ്ടാവും, അതുപോലെ നടത്തും. പിന്നെ മലക്കുകളെക്കാളും പവറുള്ള നിയന്ത്രണം ഔലിയാക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? AP ഉസ്താദ് അല്ല, മുജാഹിദ് അവരുടെ ജീവാത്മാവും പരമാത്മാവുമായി കരുതുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലേക്ക് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയ ഇബ്നു തൈമിയാണ് ഇത് പറഞ്ഞതെന്ന് അപ്പൊ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതൊരു ക്ലാരിറ്റിയോട് കൂടി പറയാൻ നിങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം പോലെ തോന്നുകയാണ്. തേങ്ങ എന്നുള്ളത് ഉരുട്ടി ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനേക്കാളും എങ്ങനെയാ കേരളീയർക്ക് നമ്മൾ
തേങ്ങ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ സഹോദരന്മാരെ, എന്തേ പറഞ്ഞതുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തിന്റെ മുദബ്ബിർ. ലോകത്തിന്റെ മുദബ്ബിർ എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവൽ സ്പർശങ്ങളുള്ള എല്ലാ സംഗതികളിലും ഇടപെടുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് വഹാബികൾ പറയുന്നത് ഭൗതിക കാര്യം അവനാൻ തമ്മിൽ നിയന്ത്രിക്കണം എന്നാണ്. അങ്ങനെ ഒരു ശിർക്ക്, കുഫർ, വഹാബിയൊക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ, സുന്നികൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹു തആലയാണ് എന്നാണ്. പിന്നുള്ള വിഷയം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ മലക്കുകളും മനുഷ്യരുമായ ജിന്നുകളായ ഏത് ജനവിഭാഗത്തിനും അള്ളാഹു തആല കൊടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അവിടെ അവർ നിയന്ത്രണം നടത്തും. നിങ്ങളിത് ശ്രദ്ധിച്ചാലേ ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പൊ അള്ളാഹു ഏതിൽ, ചിലർക്ക് ഇന്ത്യ രാജ്യം ഭരിക്കാൻ നിയന്ത്രണം കൊടുത്തിട്ട് മോഡിക്ക്, മൂപ്പർ അവിടെ നടത്തും. ഔലിയാക്കൾക്ക് ആത്മീയമായ ലോകത്ത് എവിടെയെങ്കിലും എന്തിലെങ്കിലും നിയന്ത്രണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തും. മലക്കുകൾക്ക് എന്തിലാണോ നിയന്ത്രണം കൊടുത്തത് അത് നടത്തും. പക്ഷേ അടിസ്ഥാനപരമായി ഇവരെ ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അന്നൽ ഖുവ്വത ലില്ലാഹി ജമിയ. എല്ലാ കഴിവിന്റെയും അധികാരത്തിന്റെയും അടിസ്ഥാനവും കഴിവ് അള്ളാഹുവിലാണ്. അപ്പൊ അള്ളാന്റെ അടിമകൾ അള്ളാഹ് കൊടുത്ത വിഷയത്തിൽ നിയന്ത്രണം നടത്തുമെന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ അള്ളാഹ്ക്ക് ഭാരയോ അള്ളാഹ്ക്ക് സമന്മാരോ അല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് തീരുമാനമായി.